സംസ്ഥാനത്ത് തുലാവർഷം ശക്തിപ്പെടുകയാണ് എന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ ദിവസം തന്നെ സ്ഥിരീകരിച്ചതാണ്. ആ മുന്നറിയിപ്പ് തുടരുകയാണ്. ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉൾപ്പെടെ കൂടുതൽ മുന്നറിയിപ്പുകൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങൾ വരുന്നു. എറണാകുളം മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് തുടരുന്നു. നാളെ ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ശനിയാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല എന്ന മുന്നറിയിപ്പും തുടരുന്നുണ്ട്. ഇടുക്കിയിൽ മലയോര മേഖലകളിലൂടെയുള്ള യാത്ര നാളെ വൈകിട്ട് 7 മണി മുതൽ മറ്റന്നാൾ രാവിലെ 6 മണി വരെ നിരോധിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ഉൾപ്പെടെ വരികയാണ്. വിശദമായി നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന് ജെയിനിസ് രാജു, പാലക്കാട്ട് നിന്ന് ഗോകുൽ വി എസ്, മലപ്പുറത്ത് നിന്ന് അരുൺ അമൃതാഥ് എന്നിവരാണ്. ആദ്യം ഇടുക്കിയിലെ ജെയിൻ, ഇപ്പോൾ നാളെ വൈകിട്ടത്തെ യാത്ര 7 മണി മുതൽ മറ്റന്നാൾ രാവിലെ 6 മണി വരെയുള്ള രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമേൽ സങ്കീർണമായ സാഹചര്യത്തിലേക്ക് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയാണോ പ്രവചനം? എന്തൊക്കെയാണ് KSDMA ഉൾപ്പെടെ ഈ കേരളത്തിലെ ഈ ഇത്തരം യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയാണല്ലോ, അവർ ഉൾപ്പെടെ എന്താണ് പറയുന്നത്? രതീഷ്, ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെയായി തുലാവർഷം നല്ല രീതിയിലാണ് മലയോര മേഖലയിൽ പെയ്യുന്നത്. മലയോര മേഖലയിൽ മാത്രമല്ല, ലോ റേഞ്ചിലും ഒറ്റപ്പെട്ട അതിശക്തമായ മഴ, അതായത് ചെറിയ സമയത്തിനുള്ളിൽ വലിയ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ മഴയുടെ ഒരു ദിവസത്തെ തോതെടുത്താൽ 80 മില്ലിമീറ്റർ ഒക്കെ കാണുള്ളൂ. പക്ഷേ ആ 80 മില്ലിമീറ്ററും പെയ്തിരിക്കുന്നത് 1-2 മണിക്കൂറുകൾ കൊണ്ട് പെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ജില്ല നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയോര മേഖലയിലേക്കുള്ള രാത്രി യാത്ര നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയത്താണ് നിയന്ത്രണം. അത് ഈ മലയോര മേഖലയിൽ രാത്രി മഴ പെയ്താൽ അവിടെ മണ്ണിടിയാനും അതോടൊപ്പം തന്നെ മരം വീണുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയ്ക്കും ഭാഗികമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാഹസിക വിനോദങ്ങൾക്ക് അതിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബോട്ടിംഗ്, അതോടൊപ്പം തന്നെ കയാക്കിംഗ് പോലെയുള്ള വിനോദ പരിപാടികൾ ഇടുക്കിയിൽ ടൂറിസം മേഖലയിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള സാഹസിക വിനോദ സഞ്ചാരങ്ങൾ നടക്കുന്നുണ്ട്. അതിനെല്ലാം റെഡ് അലർട്ട് പിൻവലിക്കുന്നത് വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതാണ്ട് 7ഓളം ഡാമുകൾ ഇടുക്കി ജില്ലയിൽ തുറന്നിരിക്കുകയാണ്, മുല്ലപ്പെരിയാർ ഉൾപ്പെടെ.